ഹലോ ഹായ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യണത്, പൈപ്പിംഗ് കൊടുക്കണത്. അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു പൈപ്പിംഗ് ചെയ്തതാണ് കാണിച്ചേക്കണത്. ഇനിയിപ്പോൾ ഇത് നൈറ്റി പീസിലേക്ക് ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചീത്ത വശത്ത് വെച്ചാണ് ഇത് അടിച്ചേക്കണത്. ഇനി ഇത് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻസ് അടിച്ച് കഴിഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്ത് എല്ലാം വച്ചിട്ടുണ്ട്. ഇനി ഇതേ ഇങ്ങനെ നല്ല ഭാഗത്തേക്ക് ഇത് മറിച്ച് കൊടുത്തിട്ട്, അപ്പോൾ ചീത്ത വശത്ത് വെച്ചാണ് നമ്മളത് അടിച്ചെടുത്തത്. കറക്റ്റ് നെക്കിൻ്റെ വൈഡും ഒക്കെ കറക്റ്റാക്കി സെൻറ്ററിൽ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് ഈ കഴുത്തിൻ്റെ മേൽഭാഗത്ത് ഒരു പൈപ്പും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം കൊടുത്ത പൈപ്പിങ്ങിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ഈ പൈപ്പിങ്ങൊക്കെ കൊടുത്തൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മേളിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഈ പൈപ്പിങ് ചെയ്ത ഭാഗത്തൂടെ മൊത്തം അതേ ഷേപ്പിൽ തന്നെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ തുമ്പത്തു കൂടെ നമ്മൾ സ്റ്റിച്ചിങ് പൈപ്പിങ്ങിൽ കൊള്ളാത്ത രീതിയിലാണ് സ്റ്റിച്ചിങ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഈ ഭാഗത്താണ് പൈപ്പിങ് ഒരെണ്ണം കൂടി കൊടുക്കേണ്ടത് കേട്ടോ. അത് ഈ കളറിൽ തന്നെ ഉള്ള പൈപ്പിങ്ങാണ് ഞാൻ കൊടുക്കുന്നത്. ഈ പീസിലാണ് കൊടുക്കുന്നത്. ഇത് നമുക്കിത് ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 പീസ് മതി നമുക്ക്, ചെറിയ നെക്കിൻ്റെ മേൽഭാഗത്താണല്ലോ. അപ്പോൾ കുറച്ച് ലെങ്ത്ത് മതിയല്ലോ. അപ്പോൾ ഈ 2 പീസ് മതി. ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ പൈപ്പിംഗ് നൂല് ഇട്ടിട്ടാണ് ഞാൻ ഈ ഭാഗത്ത് പൈപ്പിംഗ് ചെയ്യണത് കേട്ടോ. മറ്റേ ഭാഗം നമ്മൾ പൈപ്പിംഗ് നൂലില്ലാതെ സാധാ രീതിയിൽ പൈപ്പിംഗ് ചെയ്തു. അപ്പോൾ ഇത് നൂലിട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം പുറത്തേക്ക് വന്ന ഭാഗത്ത് തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൈപ്പിംഗ് നൂല് അതിൻ്റെ ഉള്ളിൽ വച്ചിട്ട് ഇതിങ്ങനെ വച്ചിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണ ഭാഗം അടിയിൽ വന്നു കേട്ടോ. എന്നിട്ട് പൈപ്പിംഗ് നൂല് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം മേളിലേക്ക് ഇങ്ങനെ വരാൻ രീതിയിൽ മടക്കിയിട്ട് നമ്മുടെ നെക്ക് അടിച്ചത് അതിൻ്റെ മേളിലേക്ക് ഇതിങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രഷർ വിട്ട് മാറ്റണം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒറ്റക്കാലിന് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, എന്നാലാണ് പൈപ്പിംഗ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അതെ, നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് അത് നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ അതേ രീതിയിലേക്ക് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ആലില നെക്കാണല്ലോ കൊടുത്തേക്കണം. അപ്പോൾ ഈ ഭാഗം വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പൈപ്പിങ്. ക്രോസ് പീസ് നന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്യണം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ക്രോസ് പീസ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിതും വരില്ല. അതെ, നന്നായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഒന്നും പിന്നെ ഇട്ടിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോഴുള്ള ഇതാണ്. ഞാൻ സെൻറ്ററിലൊരു വള്ളിയും ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.